ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു. പക്ഷേ ഉദ്ഘാടന വേദിയിൽ ഉദ്ഘാടനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുമ്പിയടി ആരംഭിച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ കയറിയിരുന്നു. സദസ്സിൽ നിന്ന് BJPക്ക് അനുകൂലമായും മോഡിക്ക് അനുകൂലമായും മുദ്രാവാക്യം വിളികൾ വരുന്നു. അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രതിഫലനമല്ലെന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ തിരിച്ച് പ്രത്യയഭിഘാതമായി മുദ്രാവാക്യം വിളിക്കുന്നു. ഉടൻ തന്നെ വേദിയിൽ സദസ്സിലുള്ള മുഹമ്മദ് റിയാസ് ചാടി കഴിക്കുന്നു. അദ്ദേഹം തിരികിടതവും പരിപാടികൾ തുടങ്ങി. ഫേസ്ബുക്ക് എടുക്കുന്നു. ഫേസ്ബുക്കിലേക്ക് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നു, മന്ത്രിമാരടക്കമുള്ള ഞങ്ങളിതാ സദസ്സിലിരിക്കുന്നു, ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വേദിയിലിരിക്കുന്നു, മാത്രമല്ല മുദ്രാവാക്യം വിളിക്കുന്നു. ധനകാര്യമന്ത്രി അടക്കം സദസ്സിലിരുത്തി കളഞ്ഞു. VT ബലറാം ഉടൻ കൊണ്ടു ചാടി. വേദിയിലിരിക്കാനറിയാം, പാടാനറിയാം, അങ്ങനെ വളരെയധികം പിന്നെ മുദ്രാവാക്യം വിളിക്കാനറിയാമെന്നൊക്കെ പറഞ്ഞു ഉടൻ തന്നെ VT ബലറാമിൻ്റെ പോസ്റ്റ്. അതെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടന സമ്മേളനത്തിൽ വാസവൻ വന്നു. നമ്മുടെ സ്വന്തം വാസവൻ കേരളത്തിൻ്റെ തനത് കലാരൂപമായ കുമ്പിടി തുടങ്ങി. വാസവൻ പറയുന്നു, ഇന്നലെ വരെ ക്യാപ്റ്റനും കപ്പിത്താനും കാരണഭൂതനുമായിരുന്നെങ്കിൽ ഇന്നിതാ കർമ്മയോഗിയായിരിക്കുന്നു. മഴയില്ലാത്ത നാട്ടിൽ, വരൾച്ചയുടെ നാട്ടിൽ മഴ പെയ്ച്ച് ഋഷ്യശൃംഗൻ. മാലാഖമാർ ഭൂമിയിൽ വന്ന് നൃത്തം ചെയ്ത് ഭൂമിയിലെ ദാരിദ്ര്യം മാറ്റിയ പഴയ കഥകൾ, പുരാണത്തിലെ പാലാഴി മദനം, എന്തൊക്കെയാണ്, പൂഴിക്കടകൻ, മലപ്പുറം കത്തി, കാസർഗോഡ് കാതിർഭായി, എല്ലാ ഐറ്റവും പുറത്തെടുത്തു. കർമ്മയോഗി, കാലത്തിനെ അതിജീവിച്ച കർമ്മയോഗി, കാലാതീതൻ, കാലഭൈരവൻ തുടങ്ങി വിശേഷണങ്ങൾ കൊണ്ട് മൂടി. അന്തം വിട്ടുപോയി പിണറായി, ഇതെന്താ പറയുന്നത്? അത് കഴിഞ്ഞ് പിണറായി വിജയൻ പ്രസംഗിച്ചു. ഭൂരിഭാഗം പണവും കേരളമാണ് ചിലവാക്കിയത്. ഇത് കേരളത്തിൻ്റെ തനത് ശക്തി കൊണ്ടാണ് ഉണ്ടായത്. കേന്ദ്രം അങ്ങനെ വലിയ പണമൊന്നും തന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തതാ യഥാർത്ഥ കക്ഷി വരുന്നുണ്ട്. പ്രധാനമന്ത്രി അടുത്ത് വരുന്നു. പ്രധാനമന്ത്രി പറഞ്ഞു, ഞാൻ ഇന്നിവിടെ അദാനിയുടെ ഈ പോർട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോൾ ഡൽഹിയിൽ, അങ്ങ് വടക്ക് ഹിമാലയ സ്ഥാനികൾക്ക് താഴെ ഡൽഹി ചെങ്കോട്ടയിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും സങ്കടം വരും. ഇന്ത്യ മുന്നണി കരയും. പിണറായി വിജയനും ശശി തരൂരും കേരളത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുമ്പോൾ അദാനിക്ക് പോർട്ട് കൊടുത്തതിൽ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിക്ക് കരച്ചിൽ വരും. അത് ഹിന്ദിയിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താണെന്ന് മലയാളം പറയാൻ അറിഞ്ഞില്ല. പരിഭാഷകൻ്റെ ഗതികേടാണോ, അദ്ദേഹത്തിന് മനസ്സിലാകാത്തതാണോ? ഇന്ത്യ മുന്നണി എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യൻ എയർലൈൻസ് ആക്കി. എത്ര മനോഹരം! രണ്ടിനും ഇന്ത്യ ഉണ്ടല്ലോ. ഇന്ത്യ മുന്നണിയിലും ഉണ്ട്, ഇന്ത്യൻ എയർലൈൻസിലും ഇന്ത്യയുണ്ട്. അതുകൊണ്ട് അത് കുഴപ്പമില്ല, ഒപ്പിച്ച് പോകാം. പിന്നെ കേരളത്തിൽ വാസവൻ ചേട്ടൻ അതിന് മുമ്പ് സംസാരിച്ചപ്പോൾ വേറൊരു കുമ്പിയടി കൂടെ നടത്തി. നമ്മുടെ അദാനി പാർട്ട്ണറാണ്. നേരത്തെ നമുക്ക് ശത്രുവായിരുന്നെങ്കിൽ, കടൽ കൊള്ളയായിരുന്നെങ്കിൽ, കടൽ തീരെഴുതിയതായിരുന്നെങ്കിൽ, കേരളം കടക്കണിയിലായിരുന്നതെങ്കിൽ, ഇപ്പോഴിതാ നമ്മുടെ മച്ച പാർട്ട്ണറായിരിക്കുന്നു. ആര്? അദാനി. ഇതും മോഡി എടുത്തു കാണിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ മന്ത്രിമാർക്കും ഇതാ ബൂർഷ്വാസിയായ അദാനിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ബൂർഷ്വാസി കമ്മ്യൂണിസം ഭായി ഭായി, ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് പറയുന്ന പോലെ ബൂർഷ്വാസവും കമ്മ്യൂണിസവും ഭായി ഭായി ആയിരിക്കുന്നു കേരളത്തിൽ. പിന്നെ വേറെ നമ്മുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ വിളിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ വിളിച്ച് കളിയാക്കുകയും ചെയ്തു. ആദ്യം വിളിച്ചില്ല, പിന്നെ അദ്ദേഹത്തെ വിളിച്ച് കളിയാക്കി, ലെറ്ററൊക്കെ കൊടുത്തു. എന്നിട്ടും അദ്ദേഹം വന്നിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടായേനെ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല, മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച്. അങ്ങനെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ബാക്കിയുള്ള ആളുകൾ പിണങ്ങും. നയനാരുണ്ട്, VS അച്യുതാനന്ദനുണ്ട്, K കരുണാകരനുണ്ട്, MV രാഘവനുണ്ട്, ഷൺമുഖദാസുണ്ട്, ഒരുപാട് പേരുണ്ട്. പിറകിലോട്ടെടുക്കുമ്പോൾ അവരെല്ലാം പിണങ്ങും. പിന്നെ സർ CP രാമസ്വാമി അയ്യരുണ്ട്, നമ്മുടെ ദിവ്യ സായർ അയ്യരുടെ
കണക്കനുസരിച്ച് ആയ രാജാക്കന്മാരും അവരെ കുടുംബക്കാരും എല്ലാം ഉണ്ട്. ആകെ നാശകോശമായേനെ. പിന്നെ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുറ്റം പറയുന്നതും ഇന്ത്യ മുന്നണിയെ കുറ്റം പറയുന്നതും ഇന്ത്യ മുന്നണിക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് മോഡി പറയുന്നതും സതീശൻ ജിക്ക് കേട്ടിരിക്കേണ്ടി വന്നനെ. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാനും പറ്റില്ല. പറഞ്ഞാൽ എങ്ങനെയാണ് വേദി പ്രതികരിക്കുമെന്നറിയില്ല. കാരണം കൂടുതലും BJPക്കാരും CPMകാരും അങ്ങനെയുള്ള ഇടതുപക്ഷക്കാരും ഒക്കെ ആയിരുന്നു സദസ്സിൽ കൂടുതൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതൊക്കെ വരിക? അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം TV യിലിരുന്ന് കണ്ടു. പിന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള കമൻറ്റ് പിന്നെ പറയാനുള്ള സാഹചര്യം കിട്ടി. അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷെ അവിടെ പോയവർ തമ്മിൽ നല്ല രസകരമായൊരു പ്രോഗ്രാമായിരുന്നു. കേരളം ഇങ്ങനെയാണ്, എന്നും ഇങ്ങനെയാണ്. ഏത് നല്ല കാര്യം നടക്കുമ്പോഴും അവിടെ ഒരു സാമ്പാറടി ഉണ്ടാകും. പരസ്പരം കുറ്റപ്പെടുത്തും. ഓരോരുത്തരുടെ പ്രസംഗത്തിലും അവരവരുടെ കാര്യങ്ങൾ പറയും. സത്യസന്ധമായി കാര്യങ്ങൾ പറയില്ല. സത്യസന്ധമായ റിപ്പോർട്ട് അവതരിപ്പിക്കില്ല. ഇത് നമ്മുടെ ഒരു ശാപമാണ്. ആയ രാജാക്കന്മാരുടെ കാലം മുതൽ തുടങ്ങിയെന്ന് പറയുന്നു. സർ CP രാമസ്വാമി അയ്യർ ചില നടപടികളെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയുടെ 90-95 കാലഘട്ടത്തിൽ MP രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ചില നടപടികളെടുത്തു. അതിന് ഹൈദരാബാദിലെ കുമാർ എന്ന് പറയുന്ന ഏജൻസി, അന്ന് ദൂരദർശനിൽ വർക്ക് ചെയ്തിരുന്ന ഏലിയാസ് ജോൺ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രചാരകനായി നടക്കുന്ന ശ്രീ NTV ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഏലിയാസ് ജോണിൻ്റെ ഒരു ഇടപെടലുണ്ടെന്ന് പറയുന്നു. ഏലിയാസ് ജോനാണ് മുഖ്യമന്ത്രിയെയും തുറമുഖ മന്ത്രിയെയും ബന്ധിപ്പിച്ചു കൊടുത്തതെന്ന് പറയുന്നു കുമാർ ഏജൻസിയെ. അപ്പോൾ BOT കരാറിലൊരു തീരുമാനം ഉണ്ടാകുന്നു. പിന്നെ അത് മുന്നോട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നയനാരുടെ കാലത്ത് ചില നടപടികളുണ്ടാകുന്നു. അത് മുന്നോട്ട് പോയില്ല. പിന്നെ ചൈനയിലെ ഏതോ ഒരു കമ്പനിയിനകത്ത് വരുന്നു. അത് മോശപ്പെട്ട കമ്പനിയാണ്, അത് ഫാൾസ് കമ്പനിയാണെന്ന് പറഞ്ഞ് പ്രതിരോധ മന്ത്രി ആയപ്പോൾ അനുവാദം കൊടുക്കുന്നില്ല. അങ്ങനെ കറങ്ങി അവസാനം കല്യാണം നടന്നു വിഴിഞ്ഞത്തിൻ്റെ. പക്ഷെ താലികെട്ട് സമയത്ത് തരികിടതവും ആണ്ട ബഹളം എല്ലാം കൂടി അറുമാദിച്ച് വേണ്ട ബഹളം. ഇങ്ങനെയൊന്നുമില്ലാതെ സതീശനെയും കൂടെ വിളിച്ച്, നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയും കൂടെ മാന്യമായി വിളിച്ച് നല്ലൊരു റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച്, ആശാനുള്ളത് ആശാനും സീസർക്കുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഗവൺമെൻറ്റുകൾക്കുള്ളത് ഗവൺമെൻറ്റുകൾക്കും അതാത് രീതിയിലുള്ളത് ആർക്കൊക്കെ പങ്കുണ്ടോ അവർക്കൊക്കെ ചെറിയ പങ്ക് കൊടുത്ത് സിംഹഭാഗത്തിൻ്റെ പങ്ക് ആർക്കാണോ കിട്ടേണ്ടത് അവർക്കും കിട്ടി. എത്ര മനോഹരമായിട്ട് നടത്താമായിരുന്നൊരു സദ്യയാണ്. എന്തൊക്കെയാണ് നടന്നത്. ഇതാണ് കേരളം, നവ കേരളം.